ഇസ്ലാമിൻ്റെ അടിത്തറ വിശുദ്ധ ഖുർആനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളുമാകുന്നു. അഥവാ ഖുർആനും ഹദീസും ആകുന്നു ഇസ്ലാമിൻ്റെ അടിത്തറകൾ. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അതിൽ എല്ലാ വിഷയങ്ങളും പ്രതിപാദിക്കുന്നുണ്ട്. മനുഷ്യ ജീവിതത്തിനാവശ്യമായ, മനുഷ്യൻ്റെ പാരത്രിക വിജയത്തിനാവശ്യമായ മുഴുവൻ കാര്യങ്ങളും അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. തൊട്ടിൽ മുതൽ ചുടല വരെയും, കുടിൽ മുതൽ കൊട്ടാരം വരെയും, അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെയുള്ള കാര്യങ്ങൾ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം ഇഖ്റ, വായിക്കുക, നീ വായിക്കുക എന്ന കൽപ്പനയിലൂടെയാണ് അത് അവതരിക്കുന്നത്. പഠനം, ചിന്ത, സമർപ്പണം, ഇതാണ് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത്. ബുദ്ധിയുള്ള മനുഷ്യരോടാണ് ഖുർആൻ സംവദിക്കുന്നത്. ചിന്തിക്കണമെന്നും ആലോചിക്കണമെന്നും ഖുർആൻ ആവശ്യപ്പെടുന്നുണ്ട്. ആധുനിക ശാസ്ത്രവുമായി വിശുദ്ധ ഖുർആൻ സംഘട്ടനത്തിലല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇസ്ലാം ശാസ്ത്രത്തിന് എതിരുമല്ല. നമുക്കറിയാം, നിരവധി ശാസ്ത്രകാരന്മാർ അവർ ആദ്യം ദൈവനിഷേധികളായിരുന്നു. അവരുടെ ശാസ്ത്രീയമായ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനുമായി അവർ താരതമ്യം ചെയ്ത് നോക്കുകയും അത് പഠനവിധേയമാക്കുകയും ചെയ്തപ്പോൾ അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന സംഗതിയാണ്. വിശുദ്ധ ഖുർആനിൽ പ്രപഞ്ച സൃഷ്ടിപ്പ് മുതൽ പ്രകൃതി, ജീവജാല ഘടനകൾ വരെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് അത് പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ വിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്രഗ്രന്ഥമാണോ? അല്ല, അത് ഒരു ശാസ്ത്രഗ്രന്ഥമല്ല. ഖുർആനിൽ നിരവധി ശാസ്ത്രീയ സൂചനകളുണ്ട്, ശാസ്ത്രീയ സത്യങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൽ കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ ചരിത്രമുണ്ട്. എന്നാൽ അതൊരു ചരിത്ര ഗ്രന്ഥമല്ലല്ലോ. അതേ രൂപത്തിൽ ശാസ്ത്രീയ സൂചനകൾ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാലും അതൊരു ശാസ്ത്രഗ്രന്ഥമായി നമ്മൾ കണക്കാക്കേണ്ടതില്ല. നമുക്കറിയാം, മതത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ധർമ്മങ്ങൾ രണ്ടാണ്. ശാസ്ത്രം പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നു. എന്നാൽ അവ എങ്ങനെ ഉപയോഗിക്കണമെന്നും അതിലൂടെ ദൈവിക സാന്നിധ്യം കണ്ടെത്തണമെന്നും ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് കൂടുതൽ ഉത്ബുദ്ധരാകണമെന്നും മതം പഠിപ്പിക്കുന്നു. ഇതാണ് ഇസ്ലാമും ശാസ്ത്രവുമായി നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട സംഗതി. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞുപോയ സമൂഹത്തിൽ നിരവധി അറിയപ്പെട്ട പ്രസിദ്ധരായ ശാസ്ത്രകാരന്മാർ കടന്നുപോയിട്ടുണ്ട്. ഇബ്നു സീന, ഇബ്നു റുഷ്ദ്, അൽജാബിറിനെയൊക്കെ പോലെയുള്ള നിരവധി ശാസ്ത്രകാരന്മാർ ഇസ്ലാം സംഭാവന ചെയ്തവരാണ്. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ശാസ്ത്ര വസ്തുതകൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാപഞ്ചിക ലോകത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ അടയാളമെന്ന നിലക്ക് ആയത്തുള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഖുർആൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആധുനിക ശാസ്ത്രവുമായി താരതമ്യം ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആനിൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ നിരവധി കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. മനുഷ്യ സൃഷ്ടിപ്പിനെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ മനുഷ്യൻ്റെ വളർച്ചയെക്കുറിച്ചുള്ള എംബ്രിയോളജി വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്. മതഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായി ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് വിശുദ്ധ ഖുർആനിലാണ് എന്ന് കണ്ടെത്തിയ
ശാസ്ത്രജ്ഞന്മാർ ഇസ്ലാം സ്വീകരിച്ചത് അതിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള നിരവധി കാര്യങ്ങൾ, സൂര്യനെക്കുറിച്ചാണെങ്കിലും ചന്ദ്രനെക്കുറിച്ചാണെങ്കിലും മറ്റ് നക്ഷത്രങ്ങളെക്കുറിച്ചാണെങ്കിലും അതുപോലെ പർവ്വതങ്ങളെക്കുറിച്ചാണെങ്കിലും ആകാശത്തെക്കുറിച്ചാണെങ്കിലും ഭൂമിയെക്കുറിച്ചാണെങ്കിലും സമുദ്രത്തെക്കുറിച്ചാണെങ്കിലും അങ്ങനെ നിരവധി വിഷയങ്ങൾ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. അതിലൊക്കെ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ നമുക്കതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ മനുഷ്യരോട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കണമെന്നും പഠിക്കണമെന്നും മനസ്സിലാക്കണമെന്നും പ്രപഞ്ചത്തിലേക്ക് നോക്കണമെന്നും പഠനവിധേയമാക്കണമെന്നുമൊക്കെ ആവശ്യപ്പെടുന്ന ഒരു മതഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതൊരിക്കലും ശാസ്ത്രവുമായി സംഘട്ടനത്തിലേർപ്പെടുന്നില്ല. നിങ്ങൾ പഠിച്ചു നോക്കൂ, കഴിഞ്ഞ കാല മുസ്ലിം ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു കണ്ടുപിടുത്തം നടത്തിയതിൻ്റെ പേരിൽ ഒരു ശാസ്ത്രജ്ഞനെയും മുസ്ലിങ്ങൾ ചുട്ടുകൊന്നിട്ടില്ല. നമുക്കറിയാമത്. ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഭരണം നടത്തിയ രാജ്യങ്ങളിൽ അവർക്കൊക്കെയും അവരുടേതായ അർഹിക്കുന്ന പരിഗണനകളും അതുപോലെ തന്നെ ആദരവുകളും നൽകിയിട്ടുണ്ട് എന്ന കാര്യവും നമുക്കറിയാം. ഒരുപാട് കണ്ടുപിടുത്തങ്ങളുടെ തുടക്കക്കാർ മുസ്ലിങ്ങളാണ് എന്ന് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാനീ പറഞ്ഞു വരുന്നത് ഖുർആൻ ശാസ്ത്രത്തിനെതിരല്ല, ഇസ്ലാം ശാസ്ത്രത്തിനെതിരല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ, അങ്ങനെ തോന്നാനുള്ള കാരണം ചില ശാസ്ത്രകാരന്മാർ തീർത്തും ദൈവനിഷേധികളായി മാറിയിട്ടുണ്ട്. അത്തരം സമീപനങ്ങളോട് ഇസ്ലാം ഒരിക്കലും യോജിക്കുന്നില്ല. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലെ ഓരോ കണ്ടുപിടുത്തങ്ങളും അതിലെ ഓരോ വിജ്ഞാനങ്ങളും അത് സൃഷ്ടിച്ചവനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിലേക്കും മടങ്ങാനാണ്, പ്രപഞ്ച സൃഷ്ടാവിലേക്കും മടങ്ങണമെന്നതാണ് ഖുർആനിൻ്റെ നിർദ്ദേശവും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നതും. അതുകൊണ്ട് പഠിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് സൃഷ്ടാവിലേക്ക് എത്തണമെന്നതാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിന് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന വിഷയത്തിലോ ചിന്തിക്കുന്ന വിഷയത്തിലോ ബുദ്ധി ഉപയോഗിക്കുന്ന വിഷയത്തിലോ ഖുർആൻ എതിരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ശാസ്ത്രവുമായി ഒരിക്കലും ഖുർആൻ സംഘട്ടനത്തിൽ ഏർപ്പെടുന്നില്ല. പക്ഷേ ശാസ്ത്രകാരന്മാരുടെ ചില നിലപാടുകൾ, ദൈവനിഷേധം പോലെ, മനനശേഷം ഒരു ജീവിതമില്ല എന്ന നിഷേധം പോലെയുള്ള കാര്യങ്ങളുമായി യോജിച്ചു പോകാൻ ഒരിക്കലും വിശുദ്ധ ഖുർആനിന് സാധ്യമേ അല്ല. കാരണം ഖുർആനിൻ്റെ പ്രമേയം തന്നെ ദൈവമുണ്ട് എന്നതാണ്, ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടികർത്താവുണ്ട് എന്നതാണ്. അത് പഠിപ്പിക്കുവാനും ബോധ്യപ്പെടുത്തുവാനും ആ സൃഷ്ടാവിലേക്ക് ക്ഷണിക്കുവാനുമാണ് കാലാകാലങ്ങളിൽ ദൈവം തമ്പുരാൻ പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുള്ളത് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അവർ പഠിപ്പിച്ച സന്ദേശങ്ങളിൽ മുഖ്യമായത് ഇതല്ല യഥാർത്ഥ ജീവിതമെന്നും മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നുമുള്ള, അവിടെയാണ് രക്ഷാശിക്ഷകൾ കൃത്യമായിട്ടുണ്ടാവുക എന്ന ഒരു പഠനം അവർ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ നമ്മളെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവനിഷേധത്തിലേക്കോ അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിലെ നിഷേധത്തിലേക്കോ ശാസ്ത്രീയമായ ആളുകൾ പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ ഇസ്ലാമിനോ വിശുദ്ധ ഖുർആനിനോ സാധ്യമല്ല. എന്നാൽ ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളോടോ ശാസ്ത്രീയമായ നിഗമനങ്ങളോടോ ഒന്നും വിശുദ്ധ ഖുർആനോ അല്ലെങ്കിൽ പ്രവാചകൻ്റെ വചനങ്ങളോ എതിരാകുന്നില്ല. ഒരിക്കലും അത് പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നില്ല. പഠിക്കണമെന്നും കണ്ടെത്തണമെന്നും ആ കണ്ടെത്തലുകളിലൂടെ സൃഷ്ടാവിലേക്ക് മടങ്ങണമെന്നുമാണ് ഖുർആൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആധുനിക സയൻസ്, ആധുനിക ശാസ്ത്രത്തോട് ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം എതിരല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഖുർആൻ പറഞ്ഞിട്ടുള്ള നിരവധി ശാസ്ത്രീയ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. തേനീച്ചയെക്കുറിച്ചാണെങ്കിലും അതുപോലെ ഓരോ കാര്യങ്ങളെക്കുറിച്ച്, പർവ്വതങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു, സമുദ്രത്തെക്കുറിച്ച്, അതിൻ്റെ ഇരുട്ടിനെക്കുറിച്ചൊക്കെ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. ഉപ്പുവെള്ളവും ശുദ്ധജലവും വേർവിട്ട് സഞ്ചരിക്കുന്നതിനെക്കുറിച്ച് ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും, ഓരോ വിഷയങ്ങളും, ഖുർആൻ പറയുന്ന ഓരോ വിഷയങ്ങളും എടുത്തുകൊണ്ട് അത് നമ്മൾ ശാസ്ത്രീയമായ കണ്ടെത്തലുകളുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒരിക്കലും അതിനെതിരായിട്ട് ഖുർആൻ പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഭൂമിയുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ബിഗ് ബാങ് തിയറി ആണെങ്കിലും എന്താണെങ്കിലും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനൊന്നും ഇസ്ലാം എതിരല്ല എന്ന് മനസ്സിലാക്കുക. ശാസ്ത്രത്തിനെതിരല്ല ഇസ്ലാമും, എതിരല്ല ഖുർആനും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചിന്തിക്കണം,
പഠിക്കണം. അതോടൊപ്പം തന്നെ ആ പഠനം സൃഷ്ടാവിലേക്ക് എത്തണമെന്നതാണ് ഇസ്ലാം പറയുന്ന കാര്യം. പക്ഷേ രണ്ട് ശാസ്ത്രത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും വിഷയങ്ങൾ രണ്ടാണ്. ഒന്ന് കണ്ടെത്തലുകളാണെങ്കിൽ മറ്റൊന്ന് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് യഥാർത്ഥ ജീവിതത്തിലേക്കും സൃഷ്ടികർത്താവിലേക്കും മനുഷ്യരെ ക്ഷണിക്കുക എന്ന ദൗത്യമാണ് മതത്തിന് നിർവഹിക്കാനുള്ളത്, അതുപോലെ തന്നെ മതഗ്രന്ഥത്തിനും നിർവഹിക്കാനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ നിലയ്ക്ക് കാര്യങ്ങൾ പഠിക്കുക, കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ നമ്മൾ സന്നദ്ധമാവുക. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ.